നിന്നെ വഴക്കിടാനൊന്നും വിളിച്ചതല്ല. ഓ, എനിക്ക് അതിനൊന്നും നേരമില്ല. പക്ഷേ എനിക്ക് നിന്നോടെ വേറൊരു കാര്യം പറയാനുണ്ട്. രാധമ്മ എന്നോടൊപ്പം ചേർക്കുമെന്നേ ഞാൻ നിന്നോടൊരിക്കൽ പറഞ്ഞിരുന്നു. അത് നീ മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലേ നീ ഇത് കേട്ടോ, രാധമ്മ ഇപ്പോഴേ എന്നോടൊപ്പം. ഞാൻ പറയുന്നതേ അവര് കേൾക്കും. ഇനി ആ വേണുവെങ്കിലേയും കൂടി ഞാൻ എന്നോടൊപ്പം ചേർക്കും. അപ്പോ നിന്റെ അഹങ്കാരം തീരും. ഋതികേ, നിനക്ക് ഈ രമ്യെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. നിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കരിഞ്ഞുപോയി. ആ രാധമ്മയുണ്ടല്ലോ ഇപ്പോ ഞങ്ങളോടൊപ്പം. രമ്യേ, ഒന്നിങ്ങോട്ട് വരുവോ? അതെ രമ്യേ, ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. വേണുവേട്ടനോടെ രാധമേ? വേണുവേട്ടനൊരു യാത്ര പോയിരിക്കേ സർ. എന്താ ഇത്? ഇന്നത്തെ ദിവസം കൂടെ വേണ്ടതായിരുന്നു. അച്ഛൻ വരുമെന്നാ പറഞ്ഞത്. അമ്മ വന്നു. സരസ്വതി തമ്പുരാട്ടി. തമ്പുരാട്ടി അടിയാനൊന്നില്ല അമ്മേ. അതെല്ലാം 18-ാം നൂറ്റാണ്ടിലാ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനും സന്മനസ്സോടെ സമാധാനത്തോടെ ഇടപഴകാനും ഒരുമിച്ചിരുന്ന് ഓണസദ്യയും കഴിച്ച് സന്തോഷത്തോടെ പിരിയാനും. ഇതാണ് സത്യത്തിൽ ഓണം. മലയാളിയുടെ സംസ്കാരമാണ് ഓണാഘോഷം. ഈ ദിവസമെങ്കിലും പരസ്പരം നമുക്ക് പലതും മറന്ന് ഒന്നാകാം. പ്രതാപ, ഓണ സന്ദേശം കൊടുത്ത് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല. കാലം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് മഹാബലിയുടെ ഭരണകാലത്തെ ആ നല്ല ഓർമ്മകൾ. നാം എല്ലാവരും ഒന്നാണെന്ന ആ സന്ദേശം. അതെ, നാം എല്ലാം ഒന്നാണ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി. ഈ ഓണം എന്നും നമ്മുടെ സ്മരണകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജു സർ, എല്ലാവർക്കും ഓണസമ്മാനം നൽകണ്ടേ? ഓണക്കോടിയും സ്വർണ്ണ നാണയങ്ങളും എടുത്തോളൂ. വീട് കാണാനാണോ ഇങ്ങോട്ട് വന്നേ? നല്ല കാര്യം പറയാം മാഡം. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചിരുന്നു? രുക്മിണി, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. അംബിക പറഞ്ഞു. ഈ രമ്യക്കൊരു കുഴപ്പമുണ്ട്. വീണ്ടും വിചാരക്കുറവ്, എടുത്തുചാട്ടം, പിന്നെ കുറെ അഹങ്കാരം. അങ്ങനെയുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ധാരണയിലാ ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. അംബിക മേഡം, കാര്യം എന്താണെന്നൊന്ന് പറ. അതായത് രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം അത് നിങ്ങൾ രണ്ട് കുടുംബവും അല്ലാതെ തൽക്കാലം മൂന്നാമതൊരു കുടുംബം അറിയരുത്. അറിഞ്ഞാൽ ഈ കല്യാണം നടക്കില്ല. ഞാൻ എഴുതി വെച്ചു തരാം. അതിനിപ്പോ എന്താ കുഴപ്പം? നമുക്കിത് രഹസ്യമായിട്ട് വെച്ചാ പോരെ? രഹസ്യമായിട്ട് തന്നെ വയ്ക്കണം. ആരും അറിയരുത്. പ്രത്യേകിച്ച് എന്റെ ആങ്ങള പ്രതാപന്റെ ചെവിയിൽ ഈ വാർത്ത എത്താൻ പാടില്ല.
അതുകൊണ്ട് തമാശയായിട്ട് പോലും ഈ കാര്യം ഒരാളോടും തൽക്കാലം മിണ്ടരുത്. ആധിയും വ്യാധിയും ഒന്നുമില്ല, പല മരണങ്ങൾ കേൾക്കാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. ശിശു, ഒരു കാര്യം വിട്ടുപോയല്ലോ. ഓണം ആവുമ്പോ ഒരു മാവേലി വേണ്ടേ? ആ അത് വേണമല്ലോ. നിർബന്ധമായിട്ടും വേണം. ആരെവിടെ ഇപ്പൊ മാവേലി വേഷം കിട്ടുന്നേ? അതിന് പെണ്ണുങ്ങള് പറ്റില്ലല്ലോ, ആണുങ്ങള് തന്നെ മാവേലി ആവണ്ടേ? ആ ജയേട്ടനെ മാവേലിക്ക് കറക്റ്റാ. ആ ശരിയാ, ഇവന്റെ ഈ ഊത്ത വയറേ മാവേലിയെ പോലെ തന്നെ. ഡേ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. അതിനെന്താ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് തർക്കം വേണ്ടല്ലോ. നറുക്ക് വീഴുന്നയാൾ മാവേലിയാവും. ആ ആ അത് കൊള്ളാം മോളെ. അപ്പു വേഗം നടക്കടാ നോക്ക്. ശരി അച്ഛാ.